ഹലോ മൈ ഡിയർ മക്കളെ, മൈ ഡിയർ SSLC ഫാമിലി. മക്കളെ, നമ്മുടെ SSLC എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ള 5 മുതൽ 6 മാർക്ക് വരെ എക്സ്പെക്റ്റ് ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് പ്രിപ്പയർ എ റൈറ്റപ്പ്. ഒരു റൈറ്റപ്പ് തയ്യാറാക്കുക എന്നുള്ളത് പലർക്കും ഡൗട്ടുള്ളൊരു കാര്യമാണ്. റൈറ്റപ്പും നറേഷനും ഷോർട്ട് എസ്സേയും തമ്മിൽ എന്താണ് വ്യത്യാസം എന്നുള്ളത് ഈ ഒരു ക്ലാസ്സോടുകൂടി നമ്മൾ എന്ത് ചെയ്യാണ്, ആ ഡൗട്ട് കംപ്ലീറ്റ് ആയിട്ട് ക്ലിയർ ചെയ്യാൻ പോവാണ്. മക്കളെ, നമുക്ക് തന്നിട്ടുള്ള ഒരു സ്റ്റോറിയോ അല്ലെങ്കിൽ പോയമോ അതിനെക്കുറിച്ച് നമ്മൾ പഠിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു തേർഡ് പേഴ്സൺ നറേറ്റീവിൽ എഴുതുന്നതിനെയാണ് നറേഷൻ എന്ന് പറയുന്നത്. അതായത് തന്നിരിക്കുന്ന സ്റ്റോറിയെക്കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നു, അതും എങ്ങനെ ഇവൻറ്റ് ബൈ ഇവൻറ്റ് എല്ലാ കാര്യങ്ങളും ആഡ് ചെയ്തിട്ട്. ഷോർട്ട് എസ്സേ വളരെ സിമ്പിളാണ്. തന്നിരിക്കുന്ന ഒരു ടോപ്പിക്കിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളും നിങ്ങളുടെ ഒപ്പീനിയൻസും എഴുതിയിട്ട് ഒരു ചെറിയ ഉപന്യാസം തയ്യാറാക്കുന്നതിനെയാണ് ഷോർട്ട് എസ്സേ എന്ന് പറയുന്നത്. ഈ പറയുന്ന റൈറ്റപ്പ് ഇതിൽ നിന്നൊക്കെ ചെറിയൊരു വ്യത്യാസമേ ഉള്ളൂ. ഒരു ചെറിയ ഷോർട്ട് എസ്സേ എഴുതുന്ന പോലെ ഫോർമൽ ലാംഗ്വേജിൽ വേണം നിങ്ങൾ റൈറ്റപ്പ് എഴുതാൻ. അതിൻ്റെ ഒപ്പം നമ്മൾ പഠിച്ചിട്ടുള്ള ചാപ്റ്റർ ബേസ് ചെയ്തിട്ട് വേണം നിങ്ങൾ എഴുതാൻ. അതായത് നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ ഈ ഒരു ചെറിയ ഒരു ഷോർട്ട് എസ്സേയിലേക്ക് ആഡ് ചെയ്യുമ്പം അതെന്തായി മാറുന്നു, ഒരു റൈറ്റപ്പായി മാറുകയാണ് അല്ലേ. അപ്പോൾ ഒരു നല്ല റൈറ്റപ്പ് എഴുതണമെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ പാലിക്കണം എന്നുള്ളത് നോക്കിയാലോ. ആദ്യം തന്നെ നല്ലൊരു ടൈറ്റിൽ കൊടുക്കണം. ആൾക്കാരുടെ ശ്രദ്ധ ആകർഷിക്കുന്ന നല്ല ക്യാച്ചി ആയിട്ടുള്ള ഒരു ടൈറ്റിൽ കൊടുക്കുക. അപ്പം തന്നെ എന്ത് ചെയ്യാണ്, അതിൻ്റെ പകുതി പണി അവിടെ കുറഞ്ഞു. ഇൻട്രൊഡക്ഷൻ ഓഫ് സ്റ്റോറി ഓർ ടോപ്പിക്. നമ്മൾ പഠിച്ചിട്ടുള്ള സ്റ്റോറി ബേസ് ചെയ്തിട്ട് വേണം എന്ത് ചെയ്യാൻ, നമ്മൾ പറയുന്ന റൈറ്റപ്പ് എഴുതാൻ. അപ്പം ഇൻട്രൊഡക്ഷൻ പാരഗ്രാഫിൽ എന്തൊക്കെ ആഡ് ചെയ്യണം, നിങ്ങളുടെ ടോപ്പിക്കിനെ കുറിച്ച് ചെറുതായിട്ട് ആഡ് ചെയ്യണം. അതുപോലെ തന്നെ ആ സ്റ്റോറിയില്ലേ അതിനെയും ചെറുതായിട്ടൊന്ന് മെൻഷൻ ചെയ്യുക. അതിലെ ചില കാര്യങ്ങൾ ആഡ് ചെയ്താൽ ഫസ്റ്റ് പാരഗ്രാഫ്, അതായത് ഇൻട്രൊഡക്ഷൻ പാരഗ്രാഫ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ഫ്രം സ്റ്റോറി. ബോഡി പാർട്ട് എഴുതുന്ന സമയത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ അഭിപ്രായങ്ങൾ ആഡ് ചെയ്യാം, നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ ആഡ് ചെയ്യാം. ഇതിൻ്റെ എല്ലാം കൂടെ എന്ത് ചെയ്യണം, പഠിച്ചിട്ടുള്ള സ്റ്റോറി എന്നുള്ള ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സും കൂടെ ആഡ് ചെയ്യണം. ഓക്കെ. അതുപോലെ തന്നെ ഇൻഫറൻസസ് ഫ്രം സ്റ്റോറി. നമ്മൾ വായിച്ച സ്റ്റോറിയിൽ നിന്നും നമ്മൾ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവില്ലേ, ആ കാര്യങ്ങളും കൂടെ ആഡ് ചെയ്യണം എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, റൈറ്റപ്പിൽ. അതുപോലെ തന്നെ കൺക്ലൂഷൻ, ഒരു അവസാനം, ഒരു ചെറിയ ഉപസംഹാരം കൂടെ ആഡ് ചെയ്യുന്നതോടുകൂടി നമ്മൾ എന്ത് എഴുതി കഴിഞ്ഞു, റൈറ്റപ്പ് എഴുതി കഴിഞ്ഞു. മലയാളത്തിന് ഇതിനെ കുറിപ്പെഴുതുക എന്നാണ് പറയുക. ക്ലിയർ അല്ലേ മക്കളെ? അപ്പം നമ്മൾ ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം എഴുതി വേണം എന്ത് ചെയ്യാൻ, റൈറ്റപ്പ് കംപ്ലീറ്റ് ചെയ്യാൻ. അതുകൊണ്ട് എന്തിനാ എപ്പോഴും സ്റ്റിക്ക് ടു ദ ടോപ്പിക്കിന് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രമേ എഴുതാൻ പാടുള്ളൂ. അതുപോലെ തന്നെ ഡു നോട്ട് ഇൻക്ലൂഡ് അൺറിലേറ്റഡ് പോയിന്റ്സ്. അല്ലേ, എസ്സേ എഴുതുന്ന സമയത്ത് നമ്മൾ പലപ്പോഴും വാരി കുത്തി നിറച്ച് ഒരുപാട് ലോകകാര്യങ്ങളൊക്കെ ആഡ് ചെയ്യും. പക്ഷേ റൈറ്റപ്പ് എഴുതുമ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അൺറിലേറ്റഡ് പോയിന്റ്സ് ഒന്നും തന്നെ എഴുതേണ്ട ആവശ്യമില്ല. എന്താണോ കഥയിൽ പറയുന്നത് അത് ബേസ് ചെയ്തുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു ഫോർമൽ ലാംഗ്വേജിൽ റൈറ്റപ്പ് എഴുതുക. അതുപോലെ തന്നെ സ്റ്റേ ഫോക്കസ്ഡ് ഓൺ ദ ഐഡിയ ഗിവൺ ഇൻ ദ ക്വസ്റ്റ്യൻ. എന്താണോ പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യനിൽ അത് മാത്രം നിങ്ങൾ എഴുതി കഴിഞ്ഞാൽ എന്ത് ചെയ്യാണ്, റൈറ്റപ്പ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞു. മക്കളെ, ഈ ഒരു ക്വസ്റ്റ്യൻ കണ്ടോ, ഇത് നമ്മുടെ SSLC ഇംഗ്ലീഷിലെ സെക്കൻഡ് ചാപ്റ്റർ ഇൻ ദ ആറ്റിക് ബേസ് ചെയ്തിട്ട് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അതിൽ അവർ പറയുന്നത് ഒരു റൈറ്റപ്പ് എഴുതാൻ വേണ്ടിയിട്ടാണ്. ഇൻ ദ ആറ്റിക് കഥ ഓർമ്മയുണ്ടോ? ഒരു നാസി ജർമ്മനി പട്ടാളക്കാരനും അതുപോലെ തന്നെ സ്പിൽമൻ എന്ന് പറയുന്ന ഒരു പിയാനിസ്റ്റും തമ്മിൽ നടക്കുന്ന ഒരു ചെറിയ കഥയാണ് അല്ലേ. അതിനകത്ത് നമുക്ക് എന്തൊക്കെ കാണാൻ പറ്റും, റെഫ്യൂജീസിൻ്റെ ബുദ്ധിമുട്ടുകൾ കാണാൻ പറ്റും, വാർ ക്രൈമുകൾ കാണാൻ പറ്റും. പിന്നെ നല്ലൊരു പട്ടാളക്കാരനും ഒരു സാധാരണ ഒരു മനുഷ്യനും അവർ ശത്രുക്കളാർന്നിട്ട് പോലും അവർ തമ്മിലുള്ള ആ മനുഷ്യത്വത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും കഥയാണ് ഇൻ ദ ആറ്റിക് പറയുന്നത് അല്ലേ. അപ്പം നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്താണ്, പ്രോബ്ലംസ് ഫേസ്ഡ് ബൈ റെഫ്യൂജീസ് ഓഫ് വാർ ഇൻ പ്രസൻറ്റ് ടൈം എന്നൊരു ടോപ്പിക്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഒരു റൈറ്റപ്പ് തയ്യാറാക്കണം. അപ്പോൾ എന്ത് ചെയ്യണം, നമ്മൾ റൈറ്റപ്പ് എഴുതുമ്പം അതിൻ്റെ കൂടെ ഇൻ ദ ആറ്റിക്കിലെ കുറച്ച് കാര്യങ്ങൾ കൂടെ ആഡ് ചെയ്യണം. എന്നാൽ മാത്രമേ നമ്മുടെ റൈറ്റപ്പ് കംപ്ലീറ്റ് ആവുകയുള്ളൂ. അങ്ങനെ സാറ് തയ്യാറാക്കിയിട്ടുള്ള ഒരു ചെറിയ റൈറ്റപ്പ് ഇതാ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഈ ഒരു റൈറ്റപ്പ് നിങ്ങൾക്ക് നോട്ടായിട്ട് അവൈലബിൾ ആയിരിക്കും. സോ ആദ്യം തന്നെ നമ്മൾ ചെയ്തിട്ടുള്ള കാര്യം എന്താണ്, ഒരു നല്ല ടൈറ്റിൽ കൊടുത്തു അല്ലേ, ദ പെയിൻഫുൾ ജേർണി ഓഫ് വാർ റെഫ്യൂജീസ്. അഭയാർത്ഥികൾ, യുദ്ധ അഭയാർത്ഥികൾ, റെഫ്യൂജീസ് എന്ന് വെച്ചാൽ അഭയാർത്ഥികൾ, യുദ്ധ അഭയാർത്ഥികളുടെ വേദനാജനകമായ യാത്ര. അതാണ് നമ്മൾ എന്ത് കൊടുത്തിട്ടുള്ളത്, ടൈറ്റിൽ കൊടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ എന്ത് ചെയ്യാണ്, ഫസ്റ്റ് തന്നെ ഇൻട്രൊഡക്ഷൻ പാരഗ്രാഫ് എഴുതുന്നു. The story of Vladislav Spilman hiding in an attic during World War II shows the fear,
hunger and loneliness that come with war. യുദ്ധത്തിൻ്റെ ഒപ്പം എന്തൊക്കെയാണ് ഉണ്ടാകുന്നത്? ഫിയർ, ഹങ്കർ അതായത് ഭീതി, ഹങ്കർ വിശപ്പ്, ലോൺലിനെസ് ഏകാന്തത, ഇത് മുഴുവൻ ഒരു യുദ്ധം കാരണം ഉണ്ടാകുന്നു. അതാണ് നമുക്ക് സ്പിൽമാൻ എവിടെ അറ്റീക്കിൽ ഒളിച്ചിരിക്കുമ്പം ഉണ്ടാകുന്ന കാര്യങ്ങൾ, അതാണ് യുദ്ധം കാണിച്ചു തരുന്നത് എന്ന് നമ്മൾ പറഞ്ഞുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ആരംഭിക്കുകയാണ്. Sadly, even many years later, his experience still feels very real for over 120 million people around the world. അല്ലേ? ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞിട്ടും സ്പിൽമാൻ അനുഭവിച്ച അതേ യാതനകളാണ് ലോകത്തെ 120 മില്യൺ ജനങ്ങൾ ഇപ്പോഴും അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മൾ ആ ടോപ്പിക്കിനെ, ആ റെഫ്യൂജീസിനെ കുറിച്ചുള്ള കാര്യങ്ങൾ നമ്മളൊന്ന് ചെറുതായി വിശദീകരിച്ച് എഴുതുന്നു. People are forced to leave their homes because of conflict. പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും കാരണം ആളുകൾ അവരുടെ വീട് വിട്ടു പോവുകയാണ്. അല്ലേ? ആരാണ് ഈ അഭയാർത്ഥികൾ ശരിക്കും? ഒരു രാജ്യത്ത് ഒരു യുദ്ധമോ അല്ലെങ്കിൽ ഒരു കലാപമോ ഉണ്ടാകുന്ന സമയത്ത് സ്വന്തം ജീവൻ രക്ഷിക്കാൻ വേണ്ടി അടുത്തുള്ള രാജ്യങ്ങളിലേക്കോ മറ്റ് സ്ഥലങ്ങളിലേക്കോ കുടിയേറുന്ന ആളുകളെയാണ് റെഫ്യൂജീസ് എന്ന് വിളിക്കുന്നത്. അവർക്കെല്ലാം എന്തൊക്കെ കാര്യങ്ങളായിരിക്കും നഷ്ടപ്പെടുക? സ്വന്തം വീട്ടുകാരെ നഷ്ടപ്പെടും, കുടുംബങ്ങളെ, വീട്, സർട്ടിഫിക്കറ്റ്, ഭക്ഷണം എല്ലാം ഉപേക്ഷിച്ച് ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഓടിപ്പോകുന്ന ആളുകളെയാണ് റെഫ്യൂജീസ് എന്ന് പറയുന്നത്. അവരെക്കുറിച്ചുള്ള റൈറ്റപ്പാണ് നമ്മളിപ്പോൾ എഴുതിക്കൊണ്ടിരിക്കുന്നത്. Many of them are refugees escaping war as we remember on World Refugee Day. അതിൽ ഒരുപാട് പേരെന്താണ്, യുദ്ധത്തിൽ നിന്നും രക്ഷപ്പെടുന്ന റെഫ്യൂജീസ് ആണ്. അവരെയാണ് നമ്മൾ ഈ വേൾഡ് റെഫ്യൂജി ഡേയിൽ നമ്മൾ എന്ത് ചെയ്യുന്നത്, സ്മരിക്കുന്നത്. One of the biggest problems refugees face is the loss of safety. നമ്മൾ എന്താണ്, ബോഡി പാർട്ട് എഴുതി തുടങ്ങുകയാണ്. അപ്പോൾ ആദ്യം തന്നെ എഴുതിയിട്ടുള്ള കാര്യം എന്താണ്, റെഫ്യൂജീസ് നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് സുരക്ഷിതത്വമാണ്, സേഫ്റ്റിയാണ്. അത് നഷ്ടപ്പെടുന്നതിനെ കുറിച്ചുള്ള പേടിയാണ് അവർക്ക് ഏറ്റവും കൂടുതലുള്ളത്. ലൈക്ക് സ്പിൽമാൻ, today's refugees flee violence, often seeing terrible things and losing family members and their homes. അല്ലേ? ഇങ്ങനെ രക്ഷപ്പെടുന്ന ആളുകൾ അവരെന്തൊക്കെയാണ് കാണേണ്ടി വരുന്നത്, എന്തൊക്കെ ടെറിബിൾ ഭീകരമായ കാഴ്ചകളാണ് കാണേണ്ടി വരുന്നത്. ലോസിങ് ഫാമിലി മെമ്പേഴ്സ്, ബന്ധുക്കളെ നഷ്ടപ്പെടുന്നു, അവരുടെ വീടുകൾ നഷ്ടപ്പെടുന്നു. ഇതേ അവസ്ഥയായിരുന്നില്ലേ സ്പിൽമാനും ഉണ്ടായിരുന്നത്? സ്പിൽമാൻ കണ്ട അതേ കാഴ്ചകളാണ് യുദ്ധത്തിൽ നിന്നും രക്ഷപ്പെടുന്ന റെഫ്യൂജീസും കണ്ടുകൊണ്ടിരിക്കുന്നത്. Their journeys to safety are dangerous and uncertain. അല്ലേ? അവരുടെ യാത്ര എന്ന് പറയുന്നത് എന്താ പറയുന്നത്, അത് ഡേഞ്ചറസ് ആണ്, അത് വളരെ ദുർഘടം പിടിച്ചതും അപകടം നിറഞ്ഞതുമാണ്. അതുപോലെ തന്നെ അൺസെർട്ടൈൻ, ഉറപ്പുമില്ലാത്ത കാര്യമാണ്. അല്ലേ? ലക്ഷ്യസ്ഥാനത്ത് എത്തുമോ എന്നതിനെക്കുറിച്ച് ഒരു ഉറപ്പുമില്ല, എപ്പോൾ വേണമെങ്കിലും കൊല്ലപ്പെട്ടേക്കാം. മനുഷ്യന്മാർ മാത്രമായിരിക്കില്ല, ഒരുപക്ഷെ വിഷജന്തുക്കളോ മൃഗങ്ങളോ ആക്രമിച്ച് വരെ കൊല്ലപ്പെട്ടേക്കാം. ലൈഫ് വുഡ് ബി വെരി ഹാർഡ് ഈവൻ ആഫ്റ്റർ ദേ റീച്ച് എ സേഫർ പ്ലേസ്. പക്ഷേ ഇങ്ങനെ അവർ രക്ഷപ്പെട്ട ഒരു സ്ഥലത്ത് എത്തിക്കഴിഞ്ഞാലും അവരുടെ ജീവിതം എന്ന് പറയുന്നത് വളരെ കഷ്ടപ്പാടുകൾ നിറഞ്ഞതായിരിക്കും. എന്തൊക്കെയായിരിക്കും അവർ നേരിടാൻ പോണ കഷ്ടപ്പാടുകൾ? നമ്മൾ അതാണ് അടുത്ത പാർട്ടിൽ ആഡ് ചെയ്യുന്നത്. നമ്മൾ അതിൻ്റെ കുറേ ഭാഗങ്ങൾ എന്ത് ചെയ്യാണ്, സ്പിൽമാൻ്റെ കഥയും വെച്ച് നമ്മൾ ജസ്റ്റിഫൈ ചെയ്യാണ്, സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാണ്. നോക്കിക്കേ, റെഫ്യൂജീസ് ഓഫൻ ഡോണ്ട് ഹാവ് ഇനഫ് ഫുഡ്, ക്ലീൻ വാട്ടർ, ഷെൽട്ടർ ഓർ മെഡിക്കൽ കെയർ. അവർക്ക് എന്തൊക്കെയായിരിക്കും ഉണ്ടാവാതിരിക്കുന്നത്? ആവശ്യത്തിന് ഭക്ഷണം ഉണ്ടാവില്ല, അതുപോലെ തന്നെ വെള്ളം ഉണ്ടാവില്ല, ശുദ്ധജലം ഉണ്ടാവില്ല, ഷെൽട്ടർ താമസ സൗകര്യം ഉണ്ടാവില്ല, മെഡിക്കൽ കെയർ വൈദ്യസഹായം ഉണ്ടാകില്ല. Spillman struggled to find food and a safe place is similar to what many refugees go through today, especially in crowded refugees camp. സ്പിൽമാൻ എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണോ അനുഭവിച്ചിട്ടുള്ളത്, ഇതിന് ഭക്ഷണത്തിനും അതുപോലെ തന്നെ സൗകര്യമുള്ള ഒരു സ്ഥലത്ത് താമസിക്കാൻ വേണ്ടി എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണോ അനുഭവിച്ചിട്ടുള്ളത്, അതേ ബുദ്ധിമുട്ടുകൾ തന്നെയാണ് റെഫ്യൂജീസ് ഇപ്പോഴും അനുഭവിക്കുന്നത്. അതിപ്പം ഒരു ക്രൗഡഡ്, തിങ്ങി നിറഞ്ഞ ഒരു റെഫ്യൂജി ക്യാമ്പ് ആണെങ്കിൽ അതിനേക്കാൾ കൂടുതൽ ബുദ്ധിമുട്ടുകളായിരിക്കും അവർ അനുഭവിക്കേണ്ടി വരിക. അല്ലേ? ഭക്ഷണം ഉണ്ടാകില്ല, കിടന്നുറങ്ങാൻ സ്ഥലം ഉണ്ടാവില്ല, ബന്ധുക്കൾ ആരും ഉണ്ടാവില്ല. അങ്ങനെ മാനസികമായും ശാരീരികമായും നമ്മൾ തളർന്നു പോകും. നോക്കിയേ, റെഫ്യൂജീസ് ഓൾസോ സഫർ ഇമോഷണലി. അവർ മാനസികമായും ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട്. ലൈക്ക് സ്പിൽമാൻ, മെനി ഫീൽ ലോൺലി ആൻഡ് കട്ട് ഓഫ് ഫ്രം ദെയർ ഫാമിലീസ്, കമ്മ്യൂണിറ്റീസ് ആൻഡ് ഫോർമർ ലൈഫ്സ്. അല്ലേ? സ്പിൽമാനെ പോലെ ഏകാന്ത ജീവിതമായിരിക്കും അവർക്ക് ഉണ്ടാവുക. അതുപോലെ തന്നെ ഫാമിലിയിൽ നിന്നും വേർപെട്ട ഒരു ജീവിതം, അതുപോലെ തന്നെ സ്വന്തം നാട്ടുകാരിൽ നിന്നെല്ലാം വേർപെട്ട് വേറൊരു സ്ഥലത്ത് സ്പിൽമാനെ പോലെ ആയിരിക്കും ജീവിക്കുക. നമ്മൾ റൈറ്റപ്പ് എഴുതുമ്പോൾ ഇങ്ങനെ വേണം എഴുതാൻ. എന്ത് കാര്യമാണോ നമ്മൾ നമ്മുടെ അറിവ് പങ്കുവെക്കുന്നത് അതിൻ്റെ കൂടെ തന്നെ നമ്മൾ എന്ത് ചെയ്യുക, സ്പിൽമാൻ്റെ കാര്യം കൂടെ ആഡ് ചെയ്യുമ്പോഴാണ് ഇതൊരു റൈറ്റപ്പായി മാറുന്നത്. അങ്ങനെ മാത്രമേ നമുക്ക് നമ്മളുടെ ആർഗ്യുമെൻറ്റ്സ് സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാൻ, ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റുകയുള്ളൂ. ക്ലിയർ അല്ലേ മക്കളെ? നോക്കിക്കേ,
നോട്ട് നോയിങ് വാട്ട് ദ ഫ്യൂച്ചർ ഹോൾഡ്സ് അലോങ് വിത്ത് ദ പെയിൻ ഓഫ് പാസ്റ്റ് ട്രോമ. നമുക്കറിയില്ല ഭാവിയിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത്. അതിൻ്റെ കൂടെ എന്താണ്, കഴിഞ്ഞു പോയ കാലങ്ങളുടെ മോശം അനുഭവങ്ങൾ നമ്മളെ ട്രോമറ്റൈസ് ചെയ്യും. കോസസ് ഡീപ്പ് സ്ട്രെസ്, കൂടുതൽ പ്രശ്നങ്ങളിലേക്ക്, കൂടുതൽ മാനസിക സംഘർഷങ്ങളിലേക്ക് നമ്മളെ നയിക്കും. ദിസ് ഓഫൻ ലീഡ്സ് ടു മെൻ്റൽ ഹെൽത്ത് പ്രോബ്ലംസ് ലൈക്ക് ആങ്സൈറ്റി ആൻഡ് ഡിപ്രഷൻ. അല്ലേ, ഇത്തരം അനുഭവങ്ങൾ എന്താവും, അവസാനം ഉത്കണ്ഠയിലേക്കും അതുപോലെ തന്നെ വിഷാദ രോഗത്തിലേക്കും നമ്മളെ നയിക്കും. അല്ലെ, മാനസികമായും ശാരീരികമായും ഒരുപാട് ബുദ്ധിമുട്ടുകൾ റെഫ്യൂജീസ് നേരിടുന്നുണ്ട്. ഓൺ ടോപ്പ് ഓഫ് ഓൾ ദാറ്റ് റെഫ്യൂജീസ് ഫേസ് മെനി ബാരിയേഴ്സ്. ഇതിൻ്റെ എല്ലാം അപ്പുറത്ത് ഏറ്റവും മുകളിലായി എന്താണ്, റെഫ്യൂജീസ് വേറെയും ഒരുപാട് പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ നേരിടുന്നുണ്ട്. ഇറ്റ് ക്യാൻ ബി വെരി ഹാർഡ് ടു അപ്ലൈ ഫോർ അസൈലം ഓർ ഗെറ്റ് ലീഗൽ ഹെൽപ്പ് ഇൻ എ ന്യൂ കൺട്രി. അവരിങ്ങനെ രക്ഷപ്പെട്ട് പുതിയ സ്ഥലത്ത് എത്തുന്ന സമയത്ത് അവിടെ അവർ നേരിടേണ്ടി വരുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? ഒന്നാമത്തെ കാര്യം, അവിടെ ഒരു അസൈലം, അഭയാർത്ഥി കേന്ദ്രം എത്തിപ്പെടുക അല്ലെങ്കിൽ അവിടെ താമസിക്കുക എന്നുള്ളതൊരു ബുദ്ധിമുട്ടാണ്. അതുപോലെ തന്നെ നിയമപരമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഇവർക്ക് അവൈലബിൾ ആയിരിക്കില്ല. കാര്യം അവർ ആ പുതിയ രാജ്യത്ത് ആരാണ്, പുതിയ സിറ്റിസൺസ് ആണ്, ഇത്രയും കാലം ജീവിച്ചിരുന്ന ആളുകളല്ല. അതുകൊണ്ട് നിയമപരമായിട്ട് അവർക്ക് ഒരുപാട് പ്രശ്നങ്ങൾ നേരിടേണ്ടി വരും. ഹോസ്റ്റ് കൺട്രീസ് മേ ഹാവ് സ്ട്രിക്റ്റ് റൂൾസ് ആൻഡ് സം റെഫ്യൂജീസ് ഫേസ് ഡിസ്ക്രിമിനേഷൻ. അല്ലേ, ഇങ്ങനെ പുതിയ സ്ഥലത്ത് എത്തുമ്പം അവിടെ അവർ രണ്ടാംകിട പൗരന്മാർ മാത്രമായിരിക്കും, അതായത് സെക്കൻഡ് സിറ്റിസൺസ് മാത്രമായിരിക്കും. അതുകൊണ്ട് ആളുകളിൽ നിന്നും ഡിസ്ക്രിമിനേഷൻ, വിവേചനം നേരിടേണ്ടി വരും. അതുമാത്രമല്ല, ഇപ്പോൾ ആ രാജ്യത്ത് ഒരുപാട് സ്ട്രിക്റ്റ് റൂളുകൾ ഉണ്ടാവും. അല്ലേ, ഒരുപക്ഷെ ഒരുപാട് കാലം, ജീവിതകാലം മുഴുവൻ ജയിലിൽ കിടക്കേണ്ട അവസ്ഥ വരെ, സ്വതന്ത്രമായി നടക്കാൻ പറ്റാതെ ജയിലിൽ കിടക്കേണ്ട അവസ്ഥ ആർക്കുണ്ടാവും? റെഫ്യൂജീസിനുണ്ടാകും. Many can't go to school or work legally, which makes it harder for them to rebuild their lives. അല്ലേ, എന്താണ് പറയുന്നത്? പല ആളുകൾക്കും നിയമപരമായ കുറേ കുരുക്കുകൾ കാരണം ജോലിക്ക് പോകാൻ പറ്റില്ല, വിദ്യാഭ്യാസം നേടാൻ പറ്റില്ല. അതെന്ത് സംഭവിക്കും? അവരുടെ ജീവിതത്തെ കൂടുതൽ ഹാർഡറാക്കി മാറ്റും, പ്രശ്നങ്ങളുള്ളതാക്കി മാറ്റും. അത് കാരണം അവർക്ക് അവരുടെ ജീവിതം റീബിൽഡ് ചെയ്യാൻ പറ്റില്ല. പുതിയൊരു ജീവിതം ഉണ്ടാക്കിയെടുക്കുന്നത് പോലും അവർക്ക് ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും. ഇൻ കൺക്ലൂഷൻ, നോക്കിയ മക്കളെ, നമ്മൾ കൺക്ലൂഷൻ എഴുതുമ്പോൾ എന്തായാലും ഇങ്ങനെ ഒരു രീതിയിൽ ആരംഭിക്കുന്നത് എപ്പോഴും ഗുണമാണ്. ഇൻ കൺക്ലൂഷൻ എന്ന് പറയുന്നത് കാര്യം എന്താണെന്നറിയോ, നമ്മൾ കൺക്ലൂഷൻ എഴുതിയിട്ടുണ്ടെന്ന് ആൻസർ പേപ്പർ വായിക്കുന്ന ടീച്ചർ മനസ്സിലാക്കിക്കോട്ടെ. അതൊരു നല്ല ഐഡിയ അല്ലേ? അപ്പോൾ ഇൻ കൺക്ലൂഷൻ എന്ന് പറഞ്ഞ് ആരംഭിക്കും. നമ്മൾ കൺക്ലൂഷനും ആഡ് ചെയ്തിട്ടുണ്ട്, കൃത്യമായിട്ടും റൈറ്റപ്പിൻ്റെ ഫോർമാറ്റ് പാലിച്ചുകൊണ്ടാണ് എഴുതിയിട്ടുള്ളത് എന്നും കാണിച്ചു കൊടുക്കുന്ന ഒരു ചെറിയ പൊടിക്കൈയാണ് കേട്ടോ. That in conclusion, the time and place have changed, but the suffering of people forced to flee war is still very much the same. അല്ലേ, വർഷങ്ങൾ ഇത്ര കഴിഞ്ഞിട്ടും എന്താണ്, യുദ്ധത്തിൻ്റെ കെടുതികളിൽ അനുഭവിക്കുന്ന മനുഷ്യന്മാരുടെ അവസ്ഥ ഇപ്പോഴും പരിതാപകരമാണ്. അത് സിമിലർ ആണ്. പണ്ട് ആളുകൾ അനുഭവിച്ച അതേ വിഷമങ്ങൾ തന്നെയാണ് ഇപ്പോഴും വാർ റെഫ്യൂജീസ് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. സ്പിൽമാൻസ് ലോൺലിനെസ് ആൻഡ് ഫിയർ ആർ സ്റ്റിൽ ഫെൽറ്റ് ബൈ മില്യൺസ് ലിവിങ് ഇൻ റെഫ്യൂജി ക്യാമ്പ്സ് ടുഡേ. അല്ലേ, സ്പിൽബൻ അനുഭവിച്ചിട്ടുള്ള അതേ ബുദ്ധിമുട്ടുകളും ഏകാന്തതയും പേടിയുമാണ് ഇപ്പോഴും മില്യൺസ് റെഫ്യൂജി ക്യാമ്പിലുള്ളവർ നേരിട്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴും. ദ വേൾഡ് മസ്റ്റ് കം ടുഗദർ ടു ഹെൽപ്പ് ബൈ ഓഫറിങ് കൈൻഡ്നസ്, ഫെയർ പോളിസീസ് ആൻഡ് സ്ട്രോങ് സപ്പോർട്ട്. ലോകത്തുള്ള മുഴുവൻ ആളുകളും ഒന്നിക്കണം. എന്നിട്ട് ആളുകളോട്, ഇങ്ങനെയുള്ള റെഫ്യൂജീസിനോട് കൈൻഡ്നസ്, ദയ കാണിക്കണം. ഫെയർ പോളിസീസ്, അവർക്ക് അനുകൂലമായിട്ടുള്ള നിയമങ്ങൾ ഉണ്ടാക്കിയെടുക്കണം. സ്ട്രോങ് സപ്പോർട്ട്, നല്ല പിന്തുണയും നൽകണം. സോ എവറി റെഫ്യൂജി ക്യാൻ ലിവ് വിത്ത് സേഫ്റ്റി, ഡിഗ്നിറ്റി ആൻഡ് ഹോപ്പ്. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ലോകത്തുള്ള എല്ലാ അഭയാർത്ഥികൾക്കും എന്താണ്, സുരക്ഷിതത്വത്തോടുകൂടിയും അന്തസ്സോടുകൂടിയും പ്രതീക്ഷയോടുകൂടിയും ജീവിക്കാൻ പറ്റും. കാരണം അവരുടെ ഒന്നും പ്രശ്നങ്ങൾ കൊണ്ടല്ല അവർ അഭയാർത്ഥികളായി മാറുന്നത്. അപ്പോൾ അവരെ സംരക്ഷിക്കേണ്ടത് നമ്മളാണ് എന്ന ചെറിയൊരു മെസ്സേജ് കൊടുത്തുകൊണ്ട് നമ്മുടെ റൈറ്റപ്പ് നമ്മൾ എന്ത് ചെയ്യാണ്, എൻഡ് ചെയ്യാണ്. ക്ലിയർ ആണോ മക്കളെ? അപ്പോൾ ഇങ്ങനെ ഒരു റൈറ്റപ്പ് എഴുതി കഴിഞ്ഞാൽ നമുക്ക് മാക്സിമം ഫുൾ മാർക്ക് തന്നെ നേടാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഇത്ര മാത്രമേ ഓർത്ത് വയ്ക്കുക. അതിനൊരു ഫോർമാറ്റ് ഉണ്ട്, റൈറ്റപ്പിനൊരു ഫോർമാറ്റ് ഉണ്ട്, അത് പാലിച്ചുകൊണ്ട് എഴുതുക. മക്കൾ ഒരു കാര്യം ചെയ്യുക, മറ്റ് ചാപ്റ്ററുകൾ എടുത്ത് വായിച്ച് അതിനകത്തുനിന്നും റൈറ്റപ്പുകൾ ചുമ്മാ എഴുതി പ്രാക്ടീസ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ വരാൻ പോകുന്ന എക്സാമിന് നമുക്ക് ഫുൾ മാർക്ക് തന്നെ സ്കോർ ചെയ്യാം. മക്കൾക്ക് റൈറ്റപ്പും നറേഷനും ഷോർട്ട് എസ്സേയും തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്നുള്ള കാര്യത്തിൽ ഒരു ക്ലാരിറ്റി വന്നിട്ടുണ്ടെന്ന് സാറ് വിശ്വസിക്കുന്നു. അതുപോലെ എങ്ങനെ ഒരു റൈറ്റപ്പ് എഴുതണം എന്നുള്ളത് നിങ്ങൾ നന്നായിട്ട് പഠിച്ചിട്ടുണ്ട് എന്ന് സാറ് വിശ്വസിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാം. നമുക്കിടയിൽ ഒരു ചെറിയ താൽക്കാലിക വിരാമം. അടുത്ത ക്ലാസ്സിൽ കൂടുതൽ മാർക്ക് നേടാൻ പറ്റുന്ന ഒരു ടോപ്പിക്കുമായിട്ട് സാറ് വരാം. അതുവരെ ബൈ.